മലയാള മനോരമ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ഇങ്ങനെയാണ്. കേരളത്തിൽ റോഡപകട മരണങ്ങൾ കുറഞ്ഞു. തുണയായത് ക്യാമറകളും ഹെൽമറ്റും സീറ്റ് ബെൽറ്റും. ഇതാണ് വാർത്ത. ഈ വാർത്തയുടെ ഉള്ളടക്കം എന്താണെന്ന് തലക്കെട്ട് കണ്ടാൽ തന്നെ ഏതൊരാൾക്കും വ്യക്തമാകും. ആധികാരികമായ കണക്കുകളുടെ പിൻബലത്തോടെയാണ് മനോരമ ഓൺലൈൻ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. 2022 അപേക്ഷിച്ച് 2023 കേരളത്തിലുണ്ടായ റോഡപകടങ്ങളുടെ കണക്ക് ഈ വാർത്ത പരിശോധിക്കുന്നുണ്ട്. വാഹനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ പെരുപ്പമുണ്ടായെങ്കിലും പക്ഷേ വാഹന അപകടങ്ങൾ കുറയുകയാണ് ചെയ്തത്. വാഹനാപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുൻവർഷത്തേക്കാൾ 307 കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചുരുക്കത്തിൽ റോഡിൽ പൊലിയുമായിരുന്ന 307 ജീവനുകൾ രക്ഷപ്പെട്ടു എന്ന് സാരം. ഒരു മനുഷ്യജീവന്റെ വില എത്രയെന്ന് ആർക്കും തിട്ടപ്പെടുത്താനാവില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് 307 പേരുടെ ജീവൻ രക്ഷിക്കാൻ കേരളത്തിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ തടയാനായി ഏർപ്പെടുത്തിയ AI ക്യാമറ നിരീക്ഷണ സംവിധാനം പ്രയോജനപ്പെട്ടു എന്ന ഏറെ ആഹ്ലാദകരമായ, ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകരുന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്ത മനോരമ ഓൺലൈനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ സമയത്ത് AI ക്യാമറകൾ സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലുണ്ടായ കോലാഹലങ്ങൾ, വിവാദങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. AI ക്യാമറകൾക്കെതിരായി കേരളത്തിൽ സംഘടിതമായ സമരം പോലും നടന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ സമര ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ സമരമാണ് ഇത് എന്ന് നമുക്ക് വിലയിരുത്താനാവും. കൂടകളുമായി ക്യാമറകൾ മറച്ചു വെക്കുന്ന സമരാഭാസങ്ങൾ ഉൾപ്പെടെ ഉണ്ടായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ AI ക്യാമറകൾക്കെതിരായ സമരാഭാസങ്ങളെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ഗൗരവതരമായ ട്രാഫിക് നിയമലംഘനങ്ങൾ തടയാനും അതുവഴി അപകടങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യജീവൻ സംരക്ഷിക്കാനുമുള്ള നീക്കങ്ങൾക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങളും അണിനിരന്നു വന്നത് ലജ്ജാകരമായ ഒരു ഏടായി എന്നും അവശേഷിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോൾ മനോരമ ഓൺലൈൻ തന്നെ ഈ പരിഷ്കാരത്തിന്റെ ഭാഗമായി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്നത് കേൾക്കാൻ കൗതുകമുണ്ട്. എന്നാൽ ഇക്കാര്യം കൊണ്ട് മനോരമയ്ക്കെല്ലാം ബോധ്യമായി എന്നും നിലപാട് തിരുത്തിയെന്നും ആരും ആശ്വസിക്കേണ്ടതില്ല. കാരണം മനോരമ ന്യൂസ് ഈ ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്ത നോക്കുക. ഈ ക്യാമറ പേടിച്ചാണെങ്കിൽ ഹെൽമെറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ക്യാമറയൊക്കെ ഇപ്പം കോമഡിയാണ്. ക്യാമറ ഒന്നും അപ്പോൾ വർക്കിംഗ് അല്ലേ? ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ ഈ റോട്ടിലൊക്കെ ഇങ്ങനെ ക്യാമറ എല്ലാം കാണുന്നുണ്ട്, പക്ഷെ ആർക്കും പിഴ ഈടാക്കുന്നില്ല എന്നുള്ളതാണ്. മനോരമ ന്യൂസ് പറയുന്നത് മാർച്ച് 10 ശേഷം നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കുന്നില്ല, ക്യാമറകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പില്ല എന്നൊക്കെയാണ്. ശുദ്ധ അസംബന്ധമാണിത്. ക്യാമറകൾ പ്രവർത്തനക്ഷമമാണ്. നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതിന് നിയമാനുസൃത നടപടികൾ, അതിന് പിഴ ഈടാക്കിക്കൊണ്ടുള്ള നോട്ടീസുകളെല്ലാം കൃത്യമായി അയക്കുന്നുമുണ്ട്. എന്നിട്ടും മനോരമ ന്യൂസ് എന്തിനാണ് ഈ ഹീനകൃത്യം ചെയ്യുന്നതെന്ന് അവർക്ക് മാത്രമേ അറിയൂ. നിയമലംഘനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പോൾ ക്യാമറകളൊന്നും പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കേണ്ടതില്ല, സീറ്റ് ബെൽറ്റ് ഇടേണ്ടതില്ല എന്നൊക്കെയുള്ള സന്ദേശമാണ് മനോരമ ന്യൂസ് ജനങ്ങൾക്ക് പകർന്നു നൽകുന്നത്. ഇത് പ്രതിബദ്ധതയുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആർക്കും കണക്കാക്കാനാവില്ല. മലയാളികൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടത് റോഡപകടങ്ങളിൽപ്പെട്ട് അപായം സംഭവിക്കാതിരിക്കാൻ സീറ്റ് ബെൽറ്റ് ധരിക്കുകയും ഹെൽമെറ്റ് ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രം പോരാ. പൊതുവെ ഈ 2 കാര്യങ്ങളാണ് റോഡപകടങ്ങളിൽ പെടാതിരിക്കാൻ മുൻകരുതലായി എടുക്കേണ്ടത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹെൽമെറ്റ് ധരിക്കുകയും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുകയും മനോരമ ന്യൂസ് കാണാതിരിക്കുകയും വേണം എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു സാഹചര്യമാണ് പ്രസ്തുത മാധ്യമം സൃഷ്ടിച്ചിട്ടുള്ളത്.